ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. സോ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ വ്യാഴാഴ്ചയായിട്ട് നമ്മുടെ ഗെയിമിൽ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അത് വെർഷൻ 5.2.2 പറഞ്ഞ പാച്ച് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ഗെയിമിൽ കുറേ അധികം ഡിഫൻസീവ് പ്രോബ്ലങ്ങൾ, അവരുടെ നെറ്റ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ആക്കാൻ വേണ്ടി അവർ കൊണ്ടുവരുന്ന ഒരു സംഭവമാണിത്. ഇടയ്ക്കൊരു മെയിൻ്റെനൻസ് പോലെ. ഓക്കെ, സോ എന്തായാലും നാളെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ സ്പേസ് കുറച്ച് ഇട്ട് വയ്ക്കുക ഗെയിമിൽ കാര്യങ്ങളിലൊക്കെ. അതുപോലെ തന്നെ നാളെ നമ്മളുടെ മെസ്സി പാക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെ കറക്കാത്തവരെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, ചിലപ്പോൾ കിട്ടിയാലോ. പിന്നെ മുന്നത്തെ മെസ്സിയുള്ളവരൊന്നും കറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ കുറേ പേര് കറക്കി, കുറേ പേര് കറക്കിയില്ല. കറക്കിയിട്ട് കിട്ടിയൊരു ജസ്റ്റ് കമൻറ്റ് കേട്ടോ. അതുപോലെ തന്നെ നാളെ നമ്മളുടെ ആ സെലക്ഷൻ കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, സോ അത് കിട്ടുന്ന ഒരു ദിവസമാണ്. അതിലൊരു പ്ലെയർ നമുക്ക് കിട്ടും. നിങ്ങൾ മറ്റേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഫ്രണ്ട്ലിയൊക്കെ കളിച്ചിട്ടേ ഗോൾഡൻ ഗോൾ റോളിൽ സംഭവമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അച്ചീവ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ്സൊക്കെ അച്ചീവ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അച്ചീവ് കിട്ടും അത്. അതുപോലെ തന്നെ നാളെ നമ്മളുടെ ട്രഷർ ലിങ്ക് ഒരെണ്ണം വരുന്നുണ്ട്. കുറേ കാലമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സംഭവമാണ് ട്രഷർ ലിങ്ക്. സോ ഇപ്രാവശ്യം നെയ്മറിൻ്റെ വെർഷനാണെന്നാണ് കേൾക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ പുതിയ എപ്പിക് കാർഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സോ കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് പോവുകയാണ്. അതിൽ മറ്റേ പുതിയ പ്ലേയേഴ്സിനെ വന്നിട്ട് ഗോൺസാലോ ഗാർസിയ ടീമുകളൊക്കെയാണ്. സോ അത് മിസ്സാക്കണ്ട, എടുക്കേണ്ടവർ എടുത്തോ, നോമിനേറ്റിംഗ് വെറുതെ കളയണ്ട. അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് വരാൻ ചാൻസ് ഉണ്ട്. നാളെ ഉണ്ട് സംഭവം, റൂമർ ഇട്ടുണ്ട്. പിന്നെ പുതിയൊരു മാനേജർ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഫുട്ബോൾ ഷോപ്പിൽ പുതിയൊരു ഷോർട്ട് ടൈം ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിവിഷൻ റിവാർഡായിട്ട് ടൊണാലി, ഓക്കെ, അതും മറക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യണ്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളുടെ പ്ലെയർ ഓഫ് ദി വീക്കിൽ തന്നെ തുടങ്ങാം. സോ ഗൈസ്, പ്ലെയർ ഓഫ് ദി വീക്ക് നമുക്ക് ഇപ്രാവശ്യം നമ്മുടെ കൊണാമി ഇപ്പോൾ നിലവിൽ 3 പ്ലെയേഴ്സിനെ ഇത് കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് അവരുടെ പേജിൽ. സോ അതിലൂടെ നമ്മുടെ ഗോൺസാലോ ഗാർസിയാണ് നമ്മുടെ റയൽ മാഡ്രിഡിന് വേണ്ടി ഹാട്രിക് അടിച്ചില്ലേ. സോ അവൻ്റെ ഒരു കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇഗോർ തിയാഗോ നമ്മുടെ ബ്രാൻഡ്ഫോർഡിൻ്റെ ബ്രസീലിയൻ താരമാണ്, അവർ സെൻറ്റർ ഫോർവേഡാണ്, മൂപ്പരുടെ ഒരു കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബെൻഫിക്കയുടെ ഒരു പ്ലെയർ ഉണ്ട്, പൽവിഡാസോ അങ്ങനത്തെ വേണ്ടി. സോ ചെങ്ങായുടെ ഒരു കാർഡ് വരുന്നുണ്ട്. ഇത് 3 കൺഫേം ആയിട്ടോ. സോ അതിന് പിന്നെയുള്ള കാർഡ്സ് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ റൂമേഴ്സാണ്. ഇത് റൈസ് അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് ജോവാൻ ഗാർസി ആയിരിക്കും. അതുപോലെ തന്നെ VRL ഒരു പ്ലെയർ വരാൻ ചാൻസ്, ജോർജസ് കണ്ട്. പിന്നെ ബ്രൂണോ ഗെമിറസ്, പിന്നെ നമ്മുടെ പൊളിറ്റാനോ, പിന്നെ സ്കൾവാനി, മെഗ്ഗിൻ 2 ഗോൾ അടിച്ചല്ലോ നമ്മുടെ കഴിഞ്ഞ ആസ്റ്റൺ വില്ലയുടെ കളി. അതുപോലെ തന്നെ ഫ്രെഡി പറഞ്ഞ ഒരു പ്ലെയർ വരാൻ ചാൻസ് ഉണ്ട് ബ്രൈറ്റൻ്റെ. പിന്നെ റയാൻ എന്ന് പറഞ്ഞ പ്ലെയർ വരാനുണ്ട്, മാത്യു റയാൻ. ഇത്രയും പ്ലേയേഴ്സാണ് വേറെ റൂമറിൽ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ ഡെസേഡ്യൂ വരാൻ ചാൻസ് ഉണ്ട്, ടഗ്ലിഫിക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയും നമുക്ക് പ്ലെയർ ഓഫ് വീക്കിൻ്റെ റൂമർ ഇപ്രാവശ്യം വരികയാണെങ്കിൽ എന്തായാലും ഈ പറഞ്ഞ 3 പ്ലേയേഴ്സ്, ഗോൺസാലോ ഗാർസിയ, അതുപോലെ തന്നെ ഇഗാർ തിയാഗോ, പിന്നെ പെൽവിഡാസ് പറഞ്ഞ പ്ലെയറും എന്തായാലും കൺഫേം ആണ്. ആ 3 പേര് വരും. കൊണാമി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അവരുടെ പേജിൽ ഇട്ടുണ്ട്, അവരുടെ ഒരു ഷാഡോ പോലെ വെച്ചിട്ട് നമുക്ക് പിന്നെ പെട്ടെന്ന് ഗസ് ചെയ്യാൻ പറ്റി. അപ്പോൾ പ്ലെയർ ഓഫ് വീക്കിന് വരുമ്പോൾ അതാണ്. പിന്നെ അടുത്തൊരു കാര്യമാണ് നമ്മളുടെ പുതിയ എപ്പിക്ക്. സോ ഇപ്രാവശ്യം പറയുകയാണെങ്കിൽ കുറേ പേര് ഇങ്ങനെ ഡൗട്ട് അടിക്കുന്നുണ്ട്, റുമി വരുമോ ഷെബ വരുമോ എന്നൊക്കെ. സോ ഇപ്പോൾ ഒരു കൺഫർമേഷൻ പോലെ റൂമർ കിട്ടിയിരിക്കുന്നത് നമ്മളുടെ ഷെബ റൂമി ഉടനെ തന്നെ വരും. കാരണം നിലവിൽ ഇപ്പോൾ മെസ്സിയുടെ പാക്കൊക്കെ ഇറക്കി കുറേ പേര് ഇങ്ങനെ പൈസ പോയി കിടക്കുകയാണ്, കോയിൻ പോയിട്ട്. അപ്പോൾ കോയിൻ പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഷെബേനും ഇതിനൊക്കെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആർത്തിയുള്ളവന്മാർ എങ്ങനെ പോലും എടുക്കുമെന്ന് അവർക്കറിയാം. സോ അവർ മാക്സിമം കോയിൻ പർച്ചേസ് ചെയ്യാൻ നിൽക്കും. ഓക്കെ, കോയിൻ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു 2 ആഴ്ച കൂടി ഉണ്ടോന്നുണ്ട്. സോ മാക്സിമം അവരെന്തായാലും ഈ അടുത്ത് തന്നെ ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട്. റുമിയുടെ ബയൻ്റെ ലൈസൻസ് ഇല്ലെങ്കിലും ഇറക്കി വിട്ടുള്ള റുമിയുടെ ലൈസൻസ് ഉണ്ട് അവർക്ക്. ഓക്കെ, സോ അപ്പോൾ റുമിയുടെ ഒരു കാർഡ് ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷെബയുടെ ഒരു കാർഡും ഇറക്കി വിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കറക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോ. കാരണം സെൻറ്റർ ഫോർവേഡ് അത്യാവശ്യമുള്ളവർക്ക് എന്തായാലും കറക്കാൻ പറ്റിയതാണ്. കാരണം നമ്മുടെ ടോപ്പ് 5 എടുത്ത് നോക്കി അതിൽ പെടുന്ന 2 സെൻറ്റർ ഫോർവേഡ്സ് നമ്മുടെ റുമിയും അതുപോലെ തന്നെ ഷെബയും. സോ 2 പേരെയും കാർഡ് ഉടനെ തന്നെ കൊണാമി റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നാളെ ചിലപ്പോൾ റിലീസ് ചെയ്ത് വിട്ട് വരാം, അല്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച റിലീസ് ചെയ്ത് വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് നോക്കി വെച്ചോ ഇവർ 2 പേരെയും. ഇപ്പോൾ അടുത്തൊരു കാര്യം വരികയാണെങ്കിൽ നമ്മുടെ ട്രഷർ ലിങ്ക് ആണ്. സോ കുറേ പേരായിട്ട് കാത്തിരിക്കുന്ന സംഭവം ട്രഷർ ലിങ്ക്. സോ ട്രഷർ ലിങ്കിൻ്റെ കാര്യം ആദ്യം തന്നെ പറയുമ്പോൾ പറയാം, ആരും ചാടി കയറിയിട്ട് ട്രഷർ ലിങ്ക് എടുക്കാൻ നിൽക്കരുത് കേട്ടോ. കാരണം നമുക്ക് കഴിഞ്ഞ വട്ടം തന്നെ കുറേ പേർക്ക് മിസ്റ്റേക്ക് പറ്റി. കാരണം ഇത് 3 ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വരണം. ഒരെണ്ണം ബേസിക്, അതുപോലെ തന്നെ ഒരെണ്ണം ബിഗ് വിന്നർ, പിന്നെ സ്പെഷ്യൽ. സോ ഇതിൽ ഏറ്റവും അടിപൊളി ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിഗ് വിന്നർ പറയുള്ളൂ. കാരണം അതിൽ കുറേ ഫ്രീ ട്രൈ കിട്ടും. അപ്പോൾ അതിൽ എപ്പിക് പാക്ക് ഏതാവുമെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ ഇനി ഇപ്പോൾ കിടക്കണ എപ്പിക് പാക്കിൽ തന്നെ ഒരു ഫ്രീ ട്രൈസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതും നമുക്ക് പറയാറായിട്ടില്ല. അതുപോലെ തന്നെ സ്പെഷ്യലി ഇപ്രാവശ്യം നെയ്മറിൻ്റെ ഒരു കാർഡ് വരും. പിന്നെ കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ 2-3 പ്ലേയേഴ്സും അതിൽ അവൈലബിൾ ആവുന്നതാണ് കാണിക്കുന്നത്, ക്രിസ്മസ് ഗിഫ്റ്റ് പോലെ. കഴിഞ്ഞ വട്ടം യമാലും മെസ്സി, പിന്നെ മറ്റേ സെലിബ്രേഷൻ്റെ സാധനം സ്റ്റേഡിയത്തിൽ പൂത്തിരിയൊക്കെ വരുമല്ലോ, ആ സാധനമൊക്കെ ആയിരുന്നു. അപ്പോൾ സ്പെഷ്യലി വലിയ ഇതായിട്ട് എനിക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തോന്നുന്നില്ല. കുറേ പേർക്ക് കിട്ടി, കുറേ പേർക്ക് കിട്ടിയില്ല. അപ്പോൾ മാക്സിമം ബിഗ് വിന്നർ എടുക്കാൻ നോക്കുക. അപ്പോൾ മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ലീസൊക്കെ കളിക്കില്ലേ,
അപ്പോൾ അതിന്ന് ഈ ബിഗ് വിന്നർ ഉള്ളവരായിട്ട് ഫ്രണ്ട്ലീസ് കളിക്കാം. ഓക്കെ, നമ്മുടെ കമൻറ്റ് ബോക്സിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ കുറേ പേര് എടുത്തുണ്ടാവും ബിഗ് വിന്നറും കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും അങ്ങോട്ടൊക്കെ സഹകരിച്ച് എല്ലാവർക്കും പാസ് ചെയ്യട്ടോ. അപ്പോൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു, ഈ വട്ടം എങ്ങനെയാവും അറിയില്ല കേട്ടോ. അങ്ങനെ ആവാൻ തന്നെ ചാൻസ് കൂടുതൽ. അപ്പോൾ ബിഗ് വിന്നർ ഏറ്റവും കൂടുതൽ എടുക്കാൻ നോക്കുക. കാരണം ബേസിക് എടുത്തതിന് അതിലാകെ ഒരു ഫ്രീ ട്രൈ പിന്നെ സാധാ റിവാർഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ബിഗ് വിന്നർ എടുത്തതിന് കുറേ ഫ്രീ ട്രൈസ് ഇട്ടും. കഴിഞ്ഞ വട്ടം 87 സംതിങ് ഫ്രീ ട്രൈ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ബാക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഓർക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏതൊക്കെ പ്ലെയർ ആഡ് ആവുമെന്ന് അറിയില്ല. ബട്ട് കുറേ അടുത്ത് റൂമർ കണ്ടു ഗൈസ്. അതിൽ മെയിനായിട്ട് കാണുന്ന റൂമറാണ് സാബി അലൻസ് വരാൻ ചാൻസ് ഉണ്ട്. സാബി, ഡേവിഡ് വില്ല, ബെർബറ്റോ ടീമുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം ഡെനിൽസൺ, ഇത്തരം പ്ലേയേഴ്സിൻ്റെ ഒക്കെ ഒരു പാക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാബിയുടെയും ഡേവിഡ് വില്ലയുടെയും ബെർബറ്റോൻ്റെ മാത്രമായിട്ട് ഒരെണ്ണം കാണിക്കുന്നുണ്ട്. പിന്നെ ഡെനിൽസനൊക്കെ ആഡ് ചെയ്തിട്ട് വേറൊരു പാക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് പാക്ക് വരുമെന്ന് അറിയില്ല. ചിലപ്പോൾ മറ്റ പാക്കിൽ തന്നെ ആഡ് ചെയ്യായിരിക്കും, ഒന്നും പറയാറില്ല. നാളെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അന്ന് മുംബൈയിൽ പരിപാടി ഉണ്ടായിരുന്നല്ലോ. സോ അന്ന് പോയപ്പോൾ നമ്മുടെ ഐഡിയും കാര്യങ്ങളൊക്കെ അവർ മേടിച്ചിരുന്നു. അപ്പോൾ നമ്മുടെയിലേക്ക് സ്പെഷ്യലായിട്ട് അവർ കോയിൻ ആഡ് ചെയ്യും, അതുപോലെ തന്നെ സ്പെഷ്യൽ ട്രഷർ ലിങ്ക് ആഡ് ചെയ്യും എന്നൊക്കെയാണ് അന്ന് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ വല്ലത് ആഡ് ആവുകയാണെങ്കിൽ ഞാൻ പറയാം. പിന്നെ നമുക്കായിട്ട് അങ്ങനെ ഗിഫ്റ്റ് ചെയ്യാനൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ലൈവിലും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ട്രഷർ ലിങ്കിനെ കുറിച്ച് മാക്സിമം പറയുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. നെയ്മറിൻ്റെ ട്രഷർ ലിങ്ക് ആണ് ഇപ്രാവശ്യം വരണത്. കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ മാക്സിമം പറഞ്ഞ പോലെ തന്നെ ബിഗ് വിന്നേഴ്സ് എടുക്കാൻ നോക്കുക. പക്ഷേ കുറേ പേർക്ക് കോയിൻ്റെ അത് കിട്ടിയിട്ടുണ്ട് പറഞ്ഞായിരുന്നു. അതെന്താവും അറിയില്ല, ഭാഗ്യമുള്ളവർക്ക് കിട്ടും. ഓക്കെ, അത്രേ പറയുള്ളൂ. ഇപ്പോൾ ട്രഷർ ലിങ്കാണ് മെയിൻ, അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് പറയാനുള്ളത് നാളെ ഡിവിഷൻ തീരാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഡിവിഷൻ മാച്ചസൊക്കെ കളിച്ച് തീർക്കുക. ടോപ്പ് 10 ലാക്ക് എത്താൻ നോക്കുക. ടൊണാലിയാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ടൊണാലി അത്യാവശ്യം കുഴപ്പമില്ലാത്ത മിഡ്ഫീൽഡറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫുട്ബോൾ പോയിൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്ന് ഷോർട്ട് ടൈം കാർഡ് വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ വട്ടം നമ്മളുടെ ജോണിൽട്ടൺ ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ആ പ്ലെയർ മാറിയിട്ട് വേറെ പ്ലെയർ വരികയായിരിക്കും. എന്തായാലും ചാൻസ് ഉണ്ട്, നല്ലൊരു പ്ലെയർ ആയിരിക്കും. അതുപോലെ തന്നെ മാനേജേഴ്സിനും ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ലൊരു മാനേജർ ആഡ് ചെയ്യും. അവസാനമായിട്ട് ആരെ ആഡ് ചെയ്ത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാനിപ്പോഴും കെപ്പലയുടെ ഓർമ്മയിൽ നിൽക്കുന്നത്. അപ്പോൾ അവസാനമായിട്ട് വേറൊരു മാനേജർ ആഡ് ചെയ്തായിരുന്നു, സാബിന, ആഴ്സണലിൻ്റെ ബാക്ക്. അപ്പോൾ ഇപ്രാവശ്യം ചിലപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബാക്ക് ആയിരിക്കും. പക്ഷേ പണി എന്താ വെച്ചിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇപ്പോൾ മാനേജർ ഇല്ല. ആ മോറിമിന് എന്തായാലും ഒരു പിടിച്ച് ആഡ് ചെയ്യില്ല. കാരണം ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇവൻറ്റ് വരാൻ കിടക്കുകയാണ്. അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് വരും ഇവൻറ്റ് മിക്കവാറും. അപ്പോൾ അതിലൊരു പാക്ക് കൊണ്ടുവരുമ്പോൾ ആരെ മാനേജറായിട്ട് കൊണ്ടുവരുമെന്ന് അറിയില്ല. ആ മോറിമ ഇപ്പോൾ എന്തായാലും സാക്കായില്ലോ. സോ ആ മോറിമിനെ കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. അപ്പോൾ വേറെ ഏതെങ്കിലുമൊക്കെ മാനേജറെ വെച്ചിട്ട് അവർ കൊണ്ടുവരുന്നുണ്ടായിരിക്കും. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. വേറെ ഒന്നും അങ്ങനെ പറയാം. പ്ലെയർ ഓഫ് ദി പറഞ്ഞു, എപ്പിക് കാർഡ്സ് കഴിയും, നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, ട്രഷർ ലിങ്ക്, പ്ലെയർ ഓഫ് ദിക്ക് ന്യൂ എപ്പിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് വിശ്വാസം. അപ്പോൾ കുറേ എന്തൊക്കെയോ തപ്പി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാവരും. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.